ഇതൊക്കെയാണ് നമ്മളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ചേട്ടന്മാരുട്ടോ. ഹായ് ഹായ് ഹായ്. നടിമാരൊക്കെ പലപ്പോഴും പല ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് ഈ ക്യാമറയും എടുത്ത് അവരെ പിന്നാലെ ഓടിക്കൂടുന്ന ചില ടീംസ് ഉണ്ട് അല്ലെ. നമ്മളവര് ഓൺലൈൻ മീഡിയാസ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. മെയിനായിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി എന്താണ്? പലപ്പോഴും പല ആക്ട്രസും പല പരിപാടിക്കും ഈ മോഡേൺ ഡ്രസ് ഒക്കെ ഇട്ട് വരാറുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർ ഇവർ പ്രത്യേകം തെരഞ്ഞു പിടിക്കും. എന്നിട്ട് അവരൊരു പ്രത്യേക ആംഗിളൊക്കെ ഷൂട്ട് ചെയ്ത് കൂടുതൽ ഹോട്ടാക്കി കാണിച്ചുകൊണ്ട് ഇവരെന്താക്കും, ഇവരുടെ ഈ ഫേസ്ബുക്ക് ചാനലിലും യൂട്യൂബ് ചാനലിലൊക്കെ അങ്ങ് അപ്ലോഡ് ചെയ്യും. പിന്നെ എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഇവർക്ക് കൊടുക്കത്ത് റീച്ച് ആയിരിക്കും. ഈ ആക്ട്രസിനാണെങ്കിലും ഒടുക്കത്ത് തെറിവിളിയും. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ജെന്യുവിനായി വർക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. അവരെ കുറിച്ചല്ല പറഞ്ഞത്. ഈ രീതിയിലൊക്കെ ആക്ട്രസിനെ പോർട്രേ ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇവരെ ഒടുക്കമല ക്യാപ്ഷനും തമ്മിലും ഈ നടി ഓടുന്നത് കണ്ടോ ചാടുന്നത് കണ്ടോ ഉദ്ഘാടന വേളയിൽ ഹോട്ട് ലുക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ ക്യാപ്ഷനും തമ്മിലും കൊടുക്കുക. ഇത്തരത്തിലുള്ള ക്യാപ്ഷനും കൂടെ ആകുമ്പോൾ പിന്നെ തെറി ഇരട്ടിയായിട്ട് മാറും. ഇപ്പൊ റീസെന്റ് ഈ ഓൺലൈൻ മീഡിയക്കാർ ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഹണി റോസിനെയാണ് അല്ലെ. ഫേസ്ബുക്ക് ഒക്കെ തുറന്നപ്പോ ഹണി റോസ് തന്നെ ഉള്ളൂ. ഹണി റോസ് ഇപ്പൊ ഏത് ഉദ്ഘാടനത്തിന് പോയാലും അതൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിലൂടെ അറിയാൻ പറ്റുന്നുള്ളതാണ്. കാരണം അപ്പം ഹണി റോസ് ഉദ്ഘാടന വേളയിൽ ഹോട്ട് ലുക്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്ഷനും കൊടുത്തുകൊണ്ടുള്ള വീഡിയോ ഇറങ്ങുന്നുള്ളതാണ്. ഇവിടെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പല രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതന്നെയാണല്ലോ ചർച്ച. ഞാനിവിടെ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓൺലൈൻ മീഡിയക്കാർ ഷൂട്ട് ചെയ്യുന്ന ആംഗിളിനെ കുറിച്ചാണ്. കാരണം ഈ ആക്ട്രസിനൊക്കെ ഇവരൊരു പ്രത്യേക ആംഗിൾ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക. അധികവും ഈ മുകളിൽ നിന്നൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ആക്ട്രസിനുള്ളതിനേക്കാളും കൂടുതൽ ബോഡി പാർട്സ് ഉള്ളതായിട്ട് ആ വീഡിയോയിലൂടെ നമുക്ക് തോന്നും. ഈ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ അറിയുന്നവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് ഇവരുടെ ഈ ആംഗിളിങ്ങിന്റെ ഒരു കഴിവാണ്. ഇപ്പൊ റീസെന്റ് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടൊരു ചാനലാണല്ലോ ഈ നീലക്കുയിൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പൊ ഞാൻ ഈ ടോപ്പിക് എടുത്ത് സംസാരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള മാളവിക മേനോൻ. പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരിയെ. ഇപ്പൊ ഹണി റോസ് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ലഭിക്കുന്നത് മാളവിക മേനോനാണ്. ഭാവിയിൽ മാളവിക മേനോൻ ഹണി റോസിന് ഒരു വെല്ലുവിളിയായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ആ രീതിയിൽ പുള്ളിക്കാരി വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഹണി റോസ് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് മാളവിക മേനോന്റെ വീഡിയോസ് ആണ്. എന്തായാലും മാളവിക മേനോൻ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ സോക്കോളില് ഓൺലൈൻ മീഡിയക്കാർ പുള്ളിക്കാരുടെ ഒരു വീഡിയോ പകർത്തിയിട്ടുണ്ടായിരുന്നു. അതിനാണെങ്കിൽ ഫേസ്ബുക്കിൽ കോടിക്കണക്കിന് വ്യൂസ് ആണ് പോയത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഈ വീഡിയോന്റെ ആംഗിൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ കൃത്യമായി മനസ്സിലായി കാണുമല്ലോ. മുകളിൽ നിന്ന് താഴോട്ടാണ് വീഡിയോ ഇവർ എടുത്തെടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഓപ്പൺ ആയി പറയുകയാണെങ്കിൽ മാരടം കൂടുതലായിട്ട് അവിടെ പ്രൊജക്റ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പൊ കാണുന്ന വ്യൂവേഴ്സിന് അവർക്ക് ആക്ച്വലി ഉള്ളതിനേക്കാളും കൂടുതൽ മാരടം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുള്ളതാണ്. ഇതാണ് ആംഗിളിങ്ങിന്റെ ഒരു കഴിവെന്ന് പറയുന്നത്. ഞാനിപ്പോ എങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരാൻ സാധ്യത ഉണ്ടല്ലേ, അവർ ഇത്തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ചു വന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? മര്യാദക്കുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ അതിന് മറുപടി ഉണ്ട്. ഇവർ മറ്റൊരു വേദിയിൽ സാരി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ ഓൺലൈൻ മീഡിയക്കാർ പകർത്തിയ വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിച്ചു. അങ്ങനെയുണ്ട്. ഇവിടുത്തെ ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, സൈഡിലേക്ക് ആക്കി വെച്ചുകൊണ്ട് ഈ മാരണത്തെ കൂടുതൽ പ്രൊജക്റ്റ് ആക്കുന്ന രീതിയിൽ അല്ലേ. ഇവർ മാരണ വെച്ച് സാരി എടുത്തിട്ട് കൂടിയും അതിന് ചെറിയൊരു പോർഷൻ കാണത്തക്ക രീതിയിലാണ് ഈ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇതാണ് ഓൺലൈൻ മീഡിയക്കാർ ഒപ്പിച്ചെക്കുന്ന പണി എന്ന് പറയുന്നത്. ഇവർക്ക് ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഈ ചാനൽ ഈ നിലയിൽ എത്തിച്ചത്. പക്ഷെ അതിന് ബലിയാടാവുന്നത് ഇത്തരത്തിലുള്ള ആക്ട്രസ് ആണെന്ന് മാത്രം. എന്തായാലും ഓൺലൈൻ മീഡിയക്കാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ വല്ലാണ്ടായപ്പോൾ ഈ മാളവിക തന്നെ എന്ത് ചെയ്തെന്ന് അറിയോ? ഒരിക്കലും ഇതേമാതിരി പുള്ളിക്കാർ ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് കുറച്ച് ഓൺലൈൻ മീഡിയക്കാർ പുള്ളിക്കാരുടെ വീഡിയോ എടുക്കാനായി ഇതേമാതിരി കൂടി. അപ്പൊ പുള്ളിക്കാർ എന്താക്കിയെന്ന് അറിയോ? ക്യാമറ ഓൺ ആക്കി അവര് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആ വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ചേട്ടന്മാരുട്ടോ. ഹായ് 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 ഹായ്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആ തൊപ്പി വെച്ച മച്ചനാണ് നീലക്കോയിലിന്റെ ആളെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴെങ്കിലും ആ വിശ്വരൂപം ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഈ വീഡിയോ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോർ ആക്കിയിട്ട വീഡിയോ ആണ് കേട്ടോ. ഇതിന് പുള്ളിക്കാരി കൊടുത്ത ക്യാപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനൊന്ന് വായിച്ചു തരാം. ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ടീംസ്. പാവങ്ങളാണ് എല്ലാവരും. എപ്പോഴും നിങ്ങളല്ലേ എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്ന. ഇന്ന് ലെറ്റ് മീ ഡു ദാറ്റ് ഫോർ യു. എല്ലാരും കിട്ടിയില്ല. ക്യാമറ ഓൺ ചെയ്തപ്പോഴേക്കും പലരും ഓടി. ഞങ്ങൾക്കിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ക്യാമറ വെച്ച് ആകാശത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അല്ല കിടുക്കാഴ്ച മറുപടി ആണല്ലോ കൊടുത്തത്. ഇവരർഹിക്കുന്ന ഒരു മറുപടി തന്നെയാണിത്. ആരെങ്കിലും ഇത് പറയണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ സ്റ്റോറി ഇട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സ്റ്റോറി മാളവിക മേനോൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ.
എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊരു പോസ്റ്റ് ആയിട്ട് പുള്ളിക്കാരി വന്നിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം. കോമഡിയാണ്. ഞാൻ ആ സ്റ്റോറി ഒരു തമാശ ഇട്ടതാണ്. എന്റെ വീഡിയോ പകർത്താമെന്ന് അവരെ ഞാനൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. പക്ഷെ എല്ലാവരും കിട്ടിയില്ല. ഫോൺ എടുത്തപ്പോൾ എല്ലാവരും ഓടി. ഇത്ര പേരുള്ളവരാണ് ഞങ്ങളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. അവരെല്ലാം പാവങ്ങളൊക്കെയാണ്. അവർ അവരുടെ ജോലി ചെയ്യുന്നു. അവരെ കൊണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു തമാശക്കാണ് വീഡിയോ എടുത്തത്. നമ്മൾ ഓരോ പരിപാടിക്ക് വേണ്ടി ആ സാഹചര്യത്തിന് ചേരുന്ന വസ്ത്രം ധരിച്ചു പോകുന്നു. അവർ അത് ഷൂട്ട് ചെയ്ത് അവർക്ക് തോന്നുന്ന ക്യാപ്ഷൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ആളുകൾ ആ വീഡിയോക്ക് താഴെ വന്ന് അവർക്ക് തോന്നുന്ന കമന്റ് ഇടുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ ജോലി പ്രധാനമാണ്. എനിക്കും അതുപോലെ തന്നെ. അത് ശരി, ഇപ്പൊ അങ്ങനെ ആയോ? എല്ലാവർക്കും അവരുടെ ജോലി പ്രധാനമാണെന്ന് നോക്കി എന്ന് കരുതി ഏത് ആംഗിളിലും ഷൂട്ട് ചെയ്തിട്ടാണെന്നാണോ? അത് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. പുള്ളിക്കാരി നൈസായിട്ട് ഇവരെ ന്യായീകരിക്കുകയാണോ എന്നൊരു ഡൗട്ട്. വായിച്ചു നോക്കാം. എനിക്കും അതുപോലെ തന്നെ. കമന്റ് ഇടുന്നവർക്ക് അത് അറിയുന്നില്ല. ഒരു പണിയും ഇല്ലാത്തവരാണ് കമന്റ് ഇടാനായി ഇരിക്കുന്നത്. അല്ലാതെ സ്വന്തം ജോലിയും അതിന്റെ ടെൻഷനുമായി ജീവിക്കുന്നവരൊന്നും ഇതിനു വേണ്ടി ഇരിക്കില്ല. ഈ കമന്റുകളൊന്നും വായിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതൊന്നും വായിക്കാൻ പോകാറില്ല. അത് ശരി, ഇപ്പൊ കമന്റ് ഇടുന്നവർക്കായി പ്രശ്നം വന്ന് ഈ പ്രത്യേക ആംഗിളിൽ വീഡിയോ പകർത്തുന്ന ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ പുണ്യാളന്മാരായി കേട്ടോ. അല്ല, ചേച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ലേ. ഇവരെ കൂടുതലായിട്ട് അടിച്ചാക്ഷേപിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ചേച്ചി പോകുന്നിടത്തൊന്നും ഇവര് വരാണ്ടാവില്ലോ. അപ്പൊ ചേച്ചിക്ക് വരലാവാനും പറ്റില്ല. അതുകൊണ്ടായിരിക്കും ചേച്ചി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും ബാക്കി വെച്ച് നോക്കാം. മറ്റുള്ള രാജ്യങ്ങളിലോ കേരളത്തിന് പുറത്തോ പോകുമ്പോൾ പോലും ഇത്ര പ്രശ്നമില്ല. അവിടെയൊക്കെ ആളുകൾ നോർമലായി ധരിക്കുന്ന വസ്ത്രമാണ് ഇവിടെ ഞങ്ങളൊക്കെ ധരിക്കുന്നത്. അതൊരു സിനിമാ താരം ചെയ്യുന്നത് കൊണ്ട് അവരെന്തും പറയാമെന്നാണ് പലരുടെയും ധാരണ. അതിപ്പോ സിനിമാ താരം ആവണമെന്നില്ല. സാധാരണ ഒരു പെൺകുട്ടി ധരിച്ചു വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. പറയേണ്ടവരെന്തായാലും പറയും. അത് നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. എന്തായാലും ബാക്കിയോട് അയച്ചു നോക്കാം. ഒരു വസ്ത്രം ധരിക്കാനും കമന്റ് ഇടാനും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത്. വീഡിയോ എടുക്കുന്നവരോട് എനിക്ക് പരാതിയൊന്നുമില്ല. അതുകൊണ്ടല്ല അവരുടെ വീഡിയോ എടുത്തത്. അത് ശരി, ഇപ്പൊ അങ്ങനെ ആയോ? നേരത്തെ ആ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോ ക്യാപ്ഷനിൽ ഇപ്പൊ പുള്ളിക്കാർ പറഞ്ഞ വാക്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആകാശത്തുനിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട ആളാണ് ഇപ്പൊ പരാതി ഇല്ല എന്ന് പറഞ്ഞു വരുന്നത്. ചേച്ചിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബാക്കി അയച്ചു നോക്കാം. നമ്മളെല്ലാം ഒരേ സ്ഥലത്ത് പല ജോലികളും ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. എല്ലാവരും സഹകരണ മനോഭാവത്തോടെ ജോലി ചെയ്യുന്നതാണ് നല്ലത്. അതെ, മറ്റുള്ളവരെ തെറി കേൾപ്പിച്ചുകൊണ്ടാകരുത്. എനിക്ക് ഓൺലൈൻ മീഡിയ കൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട്. അത് ശരി, ഗുണം ഉണ്ടായിട്ടുണ്ടല്ലേ? അന്നൊന്ന് വായിച്ചു നോക്കാം. പണ്ടൊരിക്കൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ വലിയ ജനക്കൂട്ടമായിരുന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ അവരുടെ ക്യാമറ മാറ്റി വെച്ചിട്ട് എനിക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു. എനിക്കന്ന് വലിയ സന്തോഷവും ആശ്വാസവുമാണ് തോന്നിയത്. വലിയൊരു ജനസേവനം തന്നെ കേട്ടോ. ഈ പ്രത്യേക ആംഗിളിലൊക്കെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഓൺലൈൻ മീഡിയ ചേട്ടൻ ഒരു പുണ്യാളം തന്നെ. ഇങ്ങനെയൊക്കെ കടന്നു പോകാനുള്ള സൗകര്യം എനിക്ക് കൊടുത്തല്ലോ. അത് ആ ചേട്ടന് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും. ബാക്കി അയച്ചു നോക്കാം. അവർ ആ വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ വരുന്നത് അവിടെ എത്തിയാണ് വീഡിയോ എടുക്കുന്നതും അത് അവരുടെ ഉപജീവന മാർഗമായിരിക്കും. എല്ലാവരും അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഞാനും. എന്നെ പോലെ സിനിമാ താരങ്ങളും. മോശം കമന്റ് ഇടുന്നവർ അതുകൂടി മനസ്സിലാക്കുക. ഇപ്പൊ എല്ലാം കൂടി കമന്റ് ഇടുന്നവരെ തലക്കാക്കി വെച്ചിരിക്കുന്നു. എനിക്ക് എപ്പോഴേ തോന്നി ഇതിങ്ങനെ വരൂ, ഇങ്ങനെ സംഭവിക്കൂ. എനിക്കിവിടെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒന്നുകിൽ ചേച്ചി സ്റ്റോറി ഇട്ടതിന് ശേഷം ഒന്ന് ഇരുന്ന് ചിന്തിച്ച് കാണും. ഇവരെ വല്ലാണ്ട് അങ്ങ് വെറുപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇവരെന്റെ വീഡിയോ എടുക്കാൻ വരില്ല. അത് വേണ്ട, എനിക്ക് വൈറലാവാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയക്കാർ മാളവികന്റെ കാല് പോയി പിടിച്ച് കാണും. ചേച്ചി ഇതൊന്ന് ഡിലീറ്റ് ചെയ്യണം, ഞങ്ങൾ തിരുത്തി പറയണം എന്നുള്ള രീതിയിൽ. അതല്ലെങ്കിൽ ഇവരെന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണും. എന്തായാലും ചേച്ചിയുടെ മലക്കം മറിച്ചിലും കൊള്ളാം. ഓന്ത് പോലെ ഈ രീതിയിലും നിറം മാറില്ല കേട്ടോ. പക്ഷെ ചേച്ചി ഇങ്ങനെയൊക്കെ മലക്കം മറിഞ്ഞെങ്കിൽ കൂടിയും ഈ ഓൺലൈൻ മീഡിയക്കാർ ചെയ്യുന്ന ഈ ചെറ്റത്തരത്തെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് ഒരിക്കൽ യൂട്യൂബർ ആയിട്ടുള്ള ഗ്ലാമിക എങ്ക സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ഞാനൊരു ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം. ഞാനിപ്പം ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ കുറച്ച് മീഡിയ ഉണ്ടായിരുന്നു. അപ്പം ഒന്നെങ്കിൽ ഞാൻ നടക്കണം, അവർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരു ആംഗിൾ വെച്ച് അവർ ഷൂട്ട് ചെയ്യുള്ളൂ. നമ്മളെ ഇപ്പം ഞാൻ അന്ന് സാരിയാണ് എടുത്തോണ്ട് പോയത്. അപ്പം ഒന്ന് ആലോചിക്കുക, ഫുൾ കവർ ചെയ്ത് സാരി ഉടുക്കണം. സാരി ഉടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ വെക്കാൻ സ്ഥലമില്ല. അതായത് അവർ ഉദ്ദേശിക്കുന്ന ആംഗിൾ വെച്ചിട്ട് അവർക്ക് വീഡിയോ എടുത്തിടാൻ സ്ഥലമില്ല. നോക്കിയപ്പോൾ ഒരാളെന്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുത്തിട്ടേക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പൊ ഞാൻ എന്ത് മൂടി ഇട്ട് നടന്നാലും അവർ ഏത് ആംഗിളിലേക്ക്, എനിക്ക് അതിനോട് താല്പര്യമില്ല. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ചില മീഡിയസിൽ കണ്ടിട്ടുണ്ട്, ഒരു ആംഗിൾ വയ്ക്കും അവര്. ഇപ്പം നമ്മുടെ ഇത്ര ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ അടിയുന്ന ഒരു ആംഗിൾ വയ്ക്കും. അവരിരുന്നിട്ട് അങ്ങനെ ഒരു ടൈപ്പ് വീഡിയോ. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഇപ്പം അതെനിക്കൊരു പണ്ടില്ലായിരുന്നു ഇത്രയും പ്രശ്നം. മുമ്പൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഇപ്പൊ
എപ്പോഴാണ് ഈ പോയാലും എപ്പോഴും ക്യാമറ, അതിന് അവരുടെ ഒരു അനുവാദം പോലും ചോദിക്കാതെ ക്യാമറ ക്യാമറ വെക്കുന്നത് വളരെ വൾഗറായിട്ട്. വൾഗറായിട്ട് അവർക്കൊരു ആംഗിൾ ഉണ്ട്. ഇന്ന ആംഗിളിൽ നിന്ന് കിട്ടിയാൽ അവർക്ക് കുറച്ച് വൾഗറായിട്ടുള്ള കുറച്ച് ക്ലിപ്പ് കിട്ടും. മേ ബി ഈ ഡ്രസ് ഇട്ടോടെ നടക്കുന്ന ആൾ വിചാരിക്കുന്നില്ല ഈ ഒരു ആംഗിളാണ് ഷൂട്ട് ചെയ്യണേന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയപ്പോ എനിക്ക് അങ്ങനെ തോന്നി, അതിന്റെ ആവശ്യമില്ല. അതേപോലെ അതെ, സത്യമാണ് ഇവിടെ ഗ്ലാമികങ്ക പറഞ്ഞത്. ഈ ഷൂട്ട് ചെയ്യപ്പെടുന്ന ആള് പോലും വിചാരിച്ചു കാണില്ല ഇവർ ഈ ആംഗിളിലാണ് ഷൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഇതെല്ലാം ഫേസ്ബുക്കിലൊക്കെ വന്ന് അമ്മമാരുടെ തെറിയും കേൾക്കുമ്പോഴായിരിക്കും ഇവരിതൊക്കെ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ താൻ ഷൂട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ള രീതിയിൽ. ഒന്നും വേണ്ട, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിനിമാ നടിയായിട്ടുള്ള അനശ്വര രാജൻ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടോക്കാം. ഇനി മീഡിയാസിന്റെ ഈ സംഭവങ്ങളിലൊക്കെ ഇപ്പൊ നമ്മളിപ്പം ഒരു കാറിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് അവരെടുക്കുമ്പോ അതിപ്പോ പ്രോപ്പർ വെൽ ഡ്രസ്ഡ് ഉള്ള ഒരാളാണെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള ഏതൊരു പെൺകുട്ടിയും കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിൾ ഒന്ന് വീഡിയോ എടുത്താൽ നമ്മൾ എല്ലാവരും അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ ആൾക്കാർ പല രീതിയിൽ എടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അത് എന്റെ മാത്രമല്ല, അതിപ്പം ഞാൻ ഒരു വീഡിയോ കാണുമ്പോഴും അതിന് താഴെയുള്ള അത് ഏത് പെൺകുട്ടിയെ പറ്റിയിട്ടും ഏതൊരു സെലിബ്രിറ്റിനെ പറ്റിയിട്ടും ആൾക്കാർ അങ്ങനെ മോശമായി കമന്റ് ചെയ്യുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവാറുണ്ട്. അതിപ്പോ ആരെടുത്താലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഈ അടുത്ത് വന്നൊരു ട്രെൻഡാണ്. ചില പേജസിൽ ഒരു ക്യാപ്ഷനും ഉണ്ടാവും, ഒരു നടി നടക്കുന്നതും ആയിരിക്കും കാണിക്കുക, ക്യാമറയുടെ പൊസിഷൻ ഇതായിരിക്കും. ഇതിപ്പോ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. പല ആളുകളും അതിൽ ഡിസ്കംഫർട്ട് ആണ്. പക്ഷെ പൊതുവെ സ്ത്രീകൾ അങ്ങനെ പ്രതികരിച്ച് കണ്ടിട്ടില്ല. ചില ആക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും അനശ്വരയ്ക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എവിടെന്നെങ്കിലും ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഒന്ന് സമാധാനമായിട്ട് അറ്റ്ലീസ്റ്റ് നടന്ന് അവിടെ എത്തുന്നത് വരെയെങ്കിലും വേണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇതേപോലെ തിയേറ്ററിൽ അവര് നോർമലി വീഡിയോ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് എസ്പെഷ്യലി അവർ അങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഒരു സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ആകാശത്ത് നിന്ന് എടുക്കാണ്ട് താഴെ നിന്ന് എടുത്തൂടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്ത്. അപ്പം അത് ആളുടെ ഇതിപ്പോ ഒരു ആണ് ഈ ഷർട്ടിട്ട് ഇറങ്ങുമ്പോൾ മോളിൽ നിന്ന് എടുത്താലും ഇങ്ങനെ കാണുള്ളൂ. അപ്പൊ കുറേ സമയങ്ങളിൽ എനിക്കത് തോന്നിയിട്ടുണ്ട്, ഇവർക്ക് ഈ താഴെ നിന്ന് സമാധാനത്തിൽ ഇല്ലാതെ എത്തിക്കൂടെ എന്നല്ല, ഈ ആകാശത്ത് നിന്ന് എടുക്കുന്ന സാധനം ഒന്നും ഭൂമിയിൽ നിന്ന് എടുത്തുകൂടെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതാണ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ഡ്രസ്സ് ഇട്ട് വന്നാലും അത്യാവശ്യം തണ്ടും തടിയുള്ള പെണ്ണാണോ ഇവർ ഉദ്ദേശിക്കുന്ന ലെവലിൽ ഇവര് പോർട്ട് ചെയ്ത് കാണിക്കും. ഇനിയിപ്പോ എല്ലാം മറിച്ച് പർദ്ദയിട്ട് വന്നാൽ പോലും നിങ്ങൾ അവര് ഹോട്ടാക്കി കാണിക്കുന്നുള്ളതാണ്. ഇതാണ് അവസ്ഥ. ഇപ്പൊ പല ആക്ടേഴ്സും പല സെലിബ്രിറ്റീസും ഇപ്പൊ ഇവര് കാരണമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അല്ലേ. ഇതിനൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയില്ല. എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.